ട്രെയിൻ ടിക്കറ്റ്സ് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് നമുക്ക് എക്സ്ട്രാ ചാർജസ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഡെബിറ്റ് കാർഡ് വഴി ട്രാൻസാക്ഷൻ ചെയ്യായാലും ക്രെഡിറ്റ് കാർഡ് വഴി ചെയ്യായാലും നമുക്ക് എക്സ്ട്രാ ചാർജസ് വരുന്നുണ്ട്. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ റിവാർഡ് പോയിൻറ്സും അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഫീച്ചേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന SBI ബാങ്കിൻ്റെ പ്ലാറ്റിനം IRTC ക്രെഡിറ്റ് കാർഡാണ് ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കാർഡിൻ്റെ ബെനിഫിറ്റ്സും അതുപോലെ തന്നെ എന്തൊക്കെയാണ് കൂടുതൽ ട്രെയിൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ റെയിൽവേ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഫീച്ചേഴ്സ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യമാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നോക്കുന്നത്. 350 ബോണസ് പോയിന്റ്സ് ആണ് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഈ ബോണസ് പോയിന്റ്സ് കിട്ടാനായിട്ട് 500 രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ സിംഗിൾ ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 350 പോയിന്റ്സ് കിട്ടുന്നുണ്ട്. മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് ഈ കാർഡിൻ്റെ കൂടെ വരുന്നുണ്ട്. 500 പോയിന്റ്സ് ആണ് മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. 500 റിവാർഡ് പോയിന്റ്സ്. ഈ 500 റിവാർഡ് പോയിന്റ്സ് കിട്ടാനായിട്ട് ഇയർലി ഫീസ് ആയിട്ടുള്ള 499 രൂപ പ്ലസ് GST നമ്മൾ പേ ചെയ്ത് കഴിയുമ്പോഴാണ് 500 പോയിന്റ്സ് നമുക്ക് കിട്ടുന്നത്. നമുക്കിനി ഈ ഒരു IRTCയുടെ SBI പ്ലാറ്റിനം കാർഡ് ഉണ്ടെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ് നമുക്ക് നോക്കാം. നമ്മൾ AC1, AC2, AC3 എക്സിക്യൂട്ടീവ് ഷെയർ ഈ ഒരു കാറ്റഗറീസിലുള്ള ടിക്കറ്റ്സ് ആണ് നമ്മൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ 10% വാല്യൂ പാക്ക് ആണ് റിവാർഡ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. 10% വാല്യൂ പാക്ക് പക്ഷെ നമുക്ക് സ്ലീപ്പർ ടിക്കറ്റിന് കിട്ടുന്നതല്ല. ഈ കാർഡ് വഴി ചെയ്യുന്ന നോർമൽ സ്പെൻഡിനൊക്കെ നമുക്ക് ഓരോ 125 രൂപയ്ക്കും നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് ആണ് ഈ കാർഡ് ഓഫർ ചെയ്യുന്നത്. ഫ്യൂവൽ ട്രാൻസാക്ഷന് നമുക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നതല്ല, ബട്ട് നമുക്ക് 1% ഫ്യൂവൽ സർചാർജ് വേവർ ഈ കാർഡിനൊപ്പം വരുന്നുണ്ട്. IRTCയുടെ SBI കാർഡ് നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് റെയിൽവേ ലൗഞ്ച് ആക്സസ് ഫെസിലിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെലക്റ്റഡ് ആയിട്ടുള്ള റെയിൽവേ ലൗഞ്ച് ആക്സസ് ആണ് നമുക്ക് വരുന്നത്. മെയിനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിലുണ്ട്, ജയ്പൂരുണ്ട്, അഹമ്മദാബാദ് ഉണ്ട്, ആഗ്രയിലുണ്ട്, കൊൽക്കട്ടയിലുണ്ട്. ഇങ്ങനെ നമുക്ക് 5 സ്ഥലത്താണ് റെയിൽവേയുടെ ലൗഞ്ച് ആക്സസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ട്രെയിൻ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1% ഒക്കെ ട്രാൻസാക്ഷൻ ഫീസ് വരുന്നുണ്ട്. ബട്ട് IRTCയുടെ SBI കാർഡ് വഴി നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1% ട്രാൻസാക്ഷൻ ചാർജസ് ഒന്നും നമുക്ക് പിടിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് അവിടെ 1% സേവ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാർഡ് വഴി. ട്രെയിൻ ട്രാവലിംഗ് കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാർഡാണ് IRTCയുടെ SBI പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് മാത്രമല്ല ഉള്ള SBIക്ക് IRTCയുടെ തന്നെ SBI പ്രീമിയർ ക്രെഡിറ്റ് കാർഡും കൂടി വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക.